ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് 10ാമത്തെ സ്റ്റിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 10ാമത്തെ സ്റ്റിച്ചിൻ്റെ പേര് ഡബിൾ ചെയിൻ സ്റ്റിച്ച് എന്നാണ് കേട്ടോ. നമ്മുടെ ഏകദേശം ചെയിൻ സ്റ്റിച്ചിൻ്റെ രൂപമാണ് എന്ന് ഉദ്ദേശിക്കരുത്, അതല്ല, അതിനേക്കാളും പല മടങ്ങ് പ്രത്യേകതയുണ്ട് ഇതിന്. ഇത് നമുക്ക് ബോക്സ് പോലെയാണ് വരുന്നത് കേട്ടോ. ബോക്സ് എന്ന് പറയുമ്പോൾ ഒരു സിഗ്സാക്ട് ടൈപ്പിലാണ് വരുന്നത്. അതിന് നമുക്ക് വേണ്ടത് 2 ലൈന് വേണം കേട്ടോ. ഈ 2 ലൈൻ നമ്മൾ ഒരു 1/2 ഇഞ്ച് വീതിക്ക് വേണം എടുക്കാൻ. കൂടുതൽ എടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് അടിയിലത്തെ വരയിൽ നിന്ന്, അതായത് താഴത്തെ വരയിൽ നിന്നാണ് ആദ്യം സൂചി അടിയിൽ നിന്ന് കുത്തി എടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് മേളിലത്തെ വരയിൽ വീഡിയോയിൽ കാണുന്നത് പോലെ, അതായത് തുടക്കത്തിൽ നിന്ന് കുത്തി ഒരു 1/4 ഇഞ്ച് വീതിക്ക് സൂചി കുത്തി നിർത്തിയതിന് ശേഷം നൂല് ഒന്ന് അടിയിലൂടെ എടുത്ത് കോർത്ത് കൊടുക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സൂചിയിൽ നൂല് കോർക്കേണ്ടത് സൂചിയുടെ അടിഭാഗത്ത് നിന്നാണ്. പിന്നെ 2ാമത്തെ സ്റ്റിച്ച് നമ്മൾ എടുക്കുന്നത്, നമ്മുടെ സൂചി ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് താഴെയാണ് എടുക്കേണ്ടത്. അത് എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം സൂചി കുത്തി എടുത്തില്ലയോ, ആ നൂലിൻ്റെ ബേക്കിലൂടെ വേണം സൂചി കുത്തി നിർത്തിയിട്ട് നൂല് അടിയിലൂടെ കോർത്ത് കൊടുക്കാം. 3ാമത്തെ സ്റ്റിച്ച് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് മേലത്തെ സ്റ്റിച്ചിൻ്റെ ബേക്കിൽ നിന്ന് വേണം നമ്മൾ എടുക്കാം. വീഡിയോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സൂചി എടുക്കുന്നത് മറ്റേ നൂലിൻ്റെ ബേക്കിലൂടെ ഒന്ന് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഒരിക്കലും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പാടില്ല. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് തെറ്റിപ്പോകാൻ ചാൻസ് കൂടുതലുമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റിച്ചിന് ലോക്ക് ആവത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അഴിഞ്ഞു വരാൻ ചാൻസ് കൂടുതലാണ്. മനസ്സിലായോ? ഒന്നും കൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റത്തെ സ്റ്റിച്ച് നമ്മൾ എടുത്തതിന് ശേഷം സെക്കൻഡ് സ്റ്റിച്ച് എടുക്കുന്നത്, അതിന് മുകളിലത്തെ സ്റ്റിച്ചിലോട്ട് ബേക്കിൽ നിന്ന് സൂചി കുത്തിയെടുത്ത് വെച്ചിട്ട് നൂല് സൂചിൻ്റെ അടിയിൽ കൂടെ ഒന്ന് കോർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഫുൾ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കണം. ഇത് നമ്മൾ കൂടുതലും ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്, നമ്മുടെ ഷോളിൻ്റെ തുമ്പിൽ വർക്കായിട്ട്, അതായത് നമ്മൾ ലേസൊക്കെ വെച്ച് പിടിപ്പിക്കില്ലേ, അതിന് പകരമായിട്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് സീക്വൻസ് ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അതില്ലാതെ നമുക്ക് സ്ലിറ്റിൽ വെക്കാം, ചുരിദാറിൻ്റെ താഴ്ഭാഗത്ത് വെക്കാം, സ്ലീവിൻ്റെ കൈയിൻ്റെ താഴ്ഭാഗത്ത് നമുക്കിത് കൂടുതലും കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ലോക്ക് ചെയ്യേണ്ടത് ഞാൻ ഒന്ന് കാണിച്ചിരുന്നുണ്ട്. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലായോ? ഒന്നും കൂടെ വോയിസ് ശ്രദ്ധിച്ച് കേട്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. കൂടാതെ നമ്മൾ വീഡിയോ കൂടെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. നോർമലി നമ്മൾ എല്ലാത്തിലും ചെയ്യുന്നതോടത്ത് ഒരൊറ്റ ലോക്കല്ല ഇതിൽ വരുന്നത്. ഇതിൽ 2 ലോക്കാണ് വരുന്നത്. അതായത് ആദ്യം നമ്മൾ കുത്തി നിർത്തി, നമ്മൾ എവിടെയാണ് നമ്മുടെ സ്റ്റിച്ച് തീർന്നത് ആ ഭാഗത്ത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട്, അതിൻ്റെ വെളിയിലോട്ട് സൂചി കുത്തി താഴോട്ട് എടുത്തതിന് ശേഷം ആ താഴ്ഭാഗത്ത് നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റിച്ചിലെയോ അതിൻ്റെ എൻഡിലോട്ട് ഒന്ന് കുത്തി മുകളിലോട്ട് എടുത്തിട്ട് പുറത്തോട്ട് കുത്തി താഴോട്ട് വെച്ചിട്ട് വേണം നമ്മൾ കെട്ടിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. കണ്ടില്ലേ, ഫൈനൽ ലുക്ക് വന്നിട്ടുള്ള ഒരു സിഗ്സാക് മോഡലുമാണ്, എന്നാൽ ഒരു ബോക്സ് മോഡലുമാണ്. നമുക്ക് ചുരിദാറിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി പേര് കാണുന്നുണ്ട്, ആരും എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എന്നാൽ ഓക്കെ, ഇന്നത്തെ വാചകടി അവസാനിച്ചു. അപ്പോൾ ബൈ.